ഹലോ. അപ്പോൾ ഈ പ്രാവശ്യം വൈൻ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രേപ്പ് വൈനാണ് ഇട്ടത്, അതുകൊണ്ട് ഈ പ്രാവശ്യം വെറൈറ്റിക്ക് പൈനാപ്പിൾ വൈനാണ് ഇടുന്നത്. അപ്പോൾ വൈകിപ്പോയി എന്നൊരു പ്രശ്നമല്ല, നമുക്കിത് ന്യൂ ഇയറിന് ഓപ്പൺ ചെയ്യാം. ഇത് 4 days കൊണ്ട് റെഡിയാവുന്ന വൈനാണ്. 4 days മാത്രം മതി ഈ വൈൻ റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂ ഇയറിന് സെറ്റ് ആവും. ഷുഗർ 1 kg ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കറുകപ്പെട്ട 2 പീസ്, ഈ സ്റ്റാറില്ലേ 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്. ഈ സംഭവം ഗ്രാമ്പൂ 1 എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 പൈനാപ്പിൾ ആണ്. 1.25 കിലോ പൈനാപ്പിളിന് 2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ വെള്ളം. പിന്നെ ഇത് കളറിന് വേണ്ടി കട്ടൻ ചായ തിളപ്പിച്ചതാണ്. കട്ടൻ ചായയാണ്. 1 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ ഈ പൗഡർ ഇട്ട് ഷുഗറൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത കട്ടൻ ചായയാണ്. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് കുക്കറിലാണ്. കണ്ടോ, വാഷർ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ. ഈ മുള്ളു മാത്രമേ കളയാൻ പാടുള്ളൂ. പിന്നെ ഈ 2 പോർഷൻസും മാത്രമേ കളയാൻ പാടുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു വടി പോലത്തെ സാധനമില്ല, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു സംഭവം മുള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. ഒരു സാധനവും കളയണം, ഇതും വേണ്ട നമുക്ക്. ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് കുക്കറിലോട്ടാക്കാം. ഒരു കപ്പിൽ 2 സ്പൂൺ തേയില ഇട്ടതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കളറിനാണ് കൊടുക്കാം. ഇപ്പൊ ഇതൊന്നും ഇരുന്ന് നല്ല ചൂടാവട്ടെ. ഇത് നല്ല തിള വന്നിട്ടുണ്ട്, നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കാം. നല്ലൊരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഈ ഗ്രാമ്പൂവിൻ്റെയും ഈ സ്റ്റാറിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണേ. വാഷർ ഇട്ടല്ല അടച്ചു വയ്ക്കുന്ന, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഷർ ഇല്ലാതെ ചുമ്മാ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ ഇതിന്റെ ബാക്കി പ്രോസസ്സ് നാളെയാണ്. ബൈ ബൈ.